ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് റയോണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കിന്റെ ഒരു പ്രത്യേകത, ഇത് വന്നിട്ടുള്ളതും ഡിസ്ചാർജ് പ്രിന്റിലാണ്. അപ്പൊ ഞാൻ വരാറുള്ളത് എപ്പോഴും തന്നെ കോട്ടണിലുള്ള ഡിസ്ചാർജ് പ്രിന്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് റയോണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലുള്ള ഫാബ്രിക് കൊണ്ടുവരുന്നത്. കുറച്ച് എന്താ പറയാ, ഒരു വെയിറ്റ് ഉള്ള ഒരു ഫാബ്രിക് ആണ്. നോർമലി നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം തന്നെ സൂറത്തിൽ നിന്നുള്ള എന്താ പറയാ റയോൺ ആയിരുന്നു. ഇത് ഞാൻ ഇപ്രാവശ്യം ജയ്പൂർ പോയപ്പോൾ എടുത്തിരിക്കുന്ന ഒരു റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. കുറച്ചും കൂടി നല്ലൊരു ഫാബ്രിക് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല. നമുക്കൊരു കോട്ടൺ പോലെയൊക്കെ ഫിനിഷിങ് വരുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മളിപ്പോ ഈ ഫാബ്രിക് വെച്ച് ഡ്രസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും, ലൈനിങ് ഇല്ലാതെ തന്നെ. മാത്രമല്ല ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് പോലെയൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. എല്ലാം ഒരു പേഴ്സലി പ്രിന്റിലാണ്, ഡിഫറെന്റ് കളേഴ്സ് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമ്പ്രിക്കിന്റെ അതേ പ്രൈസ് ആണ്. 119 ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 44 ഇഞ്ച് തന്നെയാണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പീച്ച് കളറിലേക്കാണ് പോയിട്ടുള്ളത്. അതിനകത്ത് തന്നെ പേസ്ലി പ്രിന്റ് ആണ്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണല്ലോ. അതിനകത്ത് കുറച്ച് വലിയ ഒരു പേസ്ലി ആണ് കേട്ടോ, അല്ലെങ്കിൽ മാംഗോ പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്രിന്റ് ആണ്. ഇത് വന്നിട്ടുള്ളത് ഒരു യെല്ലോയും ഗ്രീനും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇതിനകത്ത് പ്രിന്റ് പോകുന്നത്. ഈ പ്രിന്റ് വന്നിട്ടുള്ളത് ഡിസ്ചാർജ് പ്രിന്റ്, അതായത് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രിന്റിന്റെ ടെക്നിക്സ് ആണ് ഡിസ്ചാർജ് പ്രിന്റ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ നമ്മുടെ ക്യാമ്പ്രിക് പോലെയൊന്നും അല്ല, നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഫാബ്രിക്. എന്നാൽ ഒരു കോട്ടന്റെ ഒരു ഫീൽ തന്നെ ഉണ്ട് താനും ഇതിനകത്ത്. ട്രാൻസ്പെറന്റ് അല്ല, ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും ഈ ഒരു പീച്ചിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ്. പക്ഷെ ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. പ്രിന്റിന്റെ കളർ ഒരു ബ്ലൂ കളറാണ്. ഈ പീകോക്ക് ബ്ലൂ എന്ന് പറയുന്ന കളറിലേക്കാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പേസ്ലി മുകളിലോട്ടും പിന്നെ ഒരെണ്ണം താഴോട്ടും, അങ്ങനെയാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോകുന്നത്. പ്രൈസ് 119 തന്നെയാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം കളറാണ്. നമ്മൾ ഈ ടർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ളതും ബ്ലൂ കളറാണ്. ബ്ലൂവും ഗ്രേയും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് റയോണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. അതിന്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. 119 തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അതും എല്ലാം ഡിസ്ചാർജ് പ്രിന്റിലാണ് ഈ ഫാബ്രിക്കിന്റെ പ്രിന്റ് വരുന്നത്. നമ്മുടെ കോട്ടൺ പോലെ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മങ്ങോന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. റയോൺ ആണ് ഫാബ്രിക്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.